എൻ്റെ ഒരു അഭിപ്രായമല്ല. പല പ്രേക്ഷകരിൽ നിന്നും കമന്റ്സിലൊക്കെ ഞാൻ കണ്ടൊരു വാചകത്തിൽ ചോദിക്കുകയാണ്. പലരും പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഡയലോഗ് കേട്ടിട്ടുണ്ടായിരുന്നു. അല്ല, തീർച്ചയായിട്ടും ഞാനും ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ്, ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ ജനറേഷനിലെ ഒരു സ്റ്റാർ തന്നെയാണ് രാജുചേട്ടൻ. രാജുചേട്ടനെ പോലെ ഒരു അത്രയും കാലിബറുള്ള 20ഓളം വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആക്ടറായിട്ട് കമ്പയർ ചെയ്യുക എന്ന് പറയുന്നതിൽ ഒരുപാട് അഭിമാനമുണ്ട് എനിക്ക് ഒളിപ്പിച്ചു വെക്കാൻ പറ്റത്തില്ല. ഞാൻ സ്റ്റാർട്ടിംഗ് ലെവലിൽ നിൽക്കുന്ന എന്നെ നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് 20 വർഷത്തിൽ കൂടുതൽ വർക്ക് ചെയ്ത ഒരു സ്റ്റാർ ആയിട്ടാണ്. സോ ഓബ്വിയസ്ലി ഐ ടേക്ക് ദാറ്റ് വെൽ. താങ്ക് യു സോ മച്ച്. അഹങ്കാരം, കോൺഫിഡൻസ് ഇതിലെന്താന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇങ്ങനെയാണ്. ഞാനൊരു എന്നെ തന്നെ ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ എന്തെങ്കിലും ഒരു ചോദ്യം എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ക്ലിയർ ആയിട്ട് ഉത്തരം കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ്. അത് ഞാൻ ചെയ്യുന്നു. ആൾക്കാർക്ക് അതിൽ പറഞ്ഞ പോലെ മനുഷ്യരാണ്, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ്. ചിലവരെന്നെ നല്ല കുട്ടി സ്ഫുടതയോടെ കാര്യങ്ങൾ പറയുന്നു എന്ന് പറയും, ചിലവരെന്നെ അഹങ്കാരി എന്ന് വിളിക്കും, ചിലവരെന്നെ പൃഥ്വിരാജ് എന്ന് വിളിക്കും, ചിലവരെന്നെ സുരേഷ് ഗോപി എന്ന് വിളിക്കും. ഇതൊന്നും എൻ്റെ കയ്യിലുള്ള കാര്യമല്ല. എനിക്ക് മാധവ് സുരേഷായിട്ട് ജീവിക്കാൻ പറ്റും. അത് ആൾക്കാർക്ക് വേറെ സ്റ്റാർസിലോ വേറെ മനുഷ്യരിലോ വേറെ ക്യാരക്ടറിസ്റ്റിക്സിലോട്ടോ പേഴ്സണാലിറ്റി ട്രേറ്റ്സിലോട്ടോ സിമിലാരിറ്റി കാണുവാണെങ്കിൽ അത് എൻ്റെ കൺട്രോളുള്ളൊരു കാര്യമല്ല. തീർച്ചയായിട്ടും അല്ല. ഞാൻ നേരത്തെ പ്രസ് കോൺഫറൻസ് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞില്ല, ചേച്ചിയാണല്ലേ ചോദിച്ചത്. ഞാനൊരു നെപ്പോക്കറ്റ് തന്നെയാണ്. സുരേഷ് ഗോപി എന്നുള്ള ഒരു പേര് എൻ്റെ പുറകിൽ ഇല്ലെങ്കിൽ എനിക്ക് സിനിമ വരത്തില്ല, സിനിമയിലോട്ട് ആക്സസ് കിട്ടത്തില്ല. ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ല. എനിക്ക് ആഗ്രഹപ്രകാരമായിരുന്നെങ്കിൽ ഒരു ഫുട്ബോൾ പ്ലെയർ ആയിക്കൊള്ളായിരുന്നു. എല്ലാവരുടെ ആഗ്രഹവും നടക്കത്തില്ലല്ലോ. അതേപോലെ ഈ ഒരു ആഗ്രഹം എനിക്ക് നടന്നില്ല. സിനിമ എന്നെ തേടി വന്നൊരു വർക്കാണ്, ഒരു ലൈൻ ഓഫ് വർക്കാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ തുടങ്ങുന്ന സമയത്ത് 3 വർഷം മുന്നേ when I was 19, 19 വയസ്സ് തൊട്ട് 22 വയസ്സ് വരെ എനിക്ക് സ്ക്രിപ്റ്റ്സ് വരുന്നുണ്ടായിരുന്നു. അതിൽ 22 വയസ്സായപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്ക്രിപ്റ്റ്, ഞാനായിട്ട് റിലേറ്റ് ചെയ്ത ഒരു സ്ക്രിപ്റ്റ് എനിക്ക് വന്നു. അതാണ് JSK ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് കുമ്മാട്ടിക്കളി വന്നത്. ഇത് രണ്ടും എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ സ്ക്രിപ്റ്റ്സ് ആയിരുന്നു. അതുകൊണ്ട് ആ തീരുമാനം ഞാൻ എടുത്തു. ഓക്കെ, നമ്മളെ തേടി വരുന്ന വർക്കാണ്, ഒരു പരിധി കൂടുതൽ ഇതിനെ നമുക്ക് ഡിസ്റെസ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെ തേടി വരുന്നത് നമ്മളൊരു പരിധി കൂടുതൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ തേടി വരത്തില്ല. റെസ്പെക്ട് ചെയ്യാം. JSK ഞാൻ ആദ്യം ചെയ്ത സിനിമ അച്ഛനൊപ്പമാണ് അഭിനയിച്ചിരിക്കുന്നത്. അച്ഛനൊപ്പം മാത്രമല്ല, അനുപമ പരമേശ്വരൻ, അസ്കർ അലി, ദിവ്യ പിള്ളൈ, ശ്രുതി രാമചന്ദ്രൻ, പ്രവീൺ നാരായണൻ സാറാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. സോ പ്രേക്ഷകരോട് ഫസ്റ്റ് ഓഫ് ഓൾ ആലപ്പി റിപ്പോർട്സിനെ പറ്റി പറയാം. നമ്മളെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തതും നമുക്ക് ഒരു പ്രോഗ്രാം വേണ്ടി ഇത്രയും റെഡിയാക്കി തന്നത് ആലപ്പി റിപ്പോർട്സ് തന്നെയായിരുന്നു. ആലപ്പിയോട് ഒരുപാട് അറ്റാച്ച്മെന്റ് ഉള്ളതാണ് എനിക്ക്. കുമ്മാട്ടിക്കളി എന്നൊരു സിനിമ ഒരു 80% ഷൂട്ട് ചെയ്തത് ആലപ്പുഴ ബീച്ചിലായിരുന്നു. ആലപ്പുഴ ബീച്ചിലും അതിൻ്റെ തൊട്ടടുത്തായിരുന്നു. സോ ആ സിറ്റിയോട് ഓബ്വിയസ്ലി ഞാൻ ആദ്യമായിട്ട് ലീഡ് ചെയ്യുന്ന ഒരു സിനിമ ഓൾമോസ്റ്റ് ഫുൾ ആ സിറ്റിയിൽ ഷൂട്ട് ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക് എനിക്ക് ആ സിറ്റിയോട് ഒരുപാട് അറ്റാച്ച്മെന്റ് ഉണ്ട്. അതുകൊണ്ട് ഈ ടീമിന് എൻ്റെ സപ്പോർട്ട് എന്നും കാണും. കുമ്മാട്ടിക്കളിയെ പറ്റി പറയാനാണെങ്കിൽ പ്രേക്ഷകർ തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു സിനിമയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സിനിമകളോടൊപ്പം കുമ്മാട്ടിക്കളിയും കാണേണ്ടതാണ്. കണ്ട് അവരുടെ ഓണസ്റ്റ് അഭിപ്രായം പറയട്ടെ. പറയുമ്പോൾ ഒരു കാര്യം ആലോചിക്കുക, എല്ലാവരും പോസിറ്റീവായിട്ട് ചിന്തിക്കില്ല എന്ന് എനിക്കറിയാം. നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവർ നമ്മുടെ കാര്യത്തിലാണെങ്കിലും വേറെ ആരുടെ കാര്യത്തിലാണെങ്കിലും അപ്പുറത്തിരുന്നത് കേൾക്കുന്ന ആളും മനുഷ്യനാണ് എന്ന് ഓർത്തിട്ട് സംസാരിക്കുക. അത്രയും ചെയ്യാമെങ്കിൽ ഒരുപാട് നന്ദി. നമസ്കാരം. താങ്ക് യു.